Hi friends, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം, ഗൂഗിൾ ആഡ്സെൻസ് വഴി ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 100% ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പലരും ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ വീഡിയോയ്ക്ക് താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കൺ അമർത്തുക. ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കും. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, എങ്ങനെ നമുക്ക് അഫിലിയേറ്റ് ചെയ്യാം എന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് വഴി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാമെന്നതിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആണ്. അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ യൂട്യൂബ് ചാനലുള്ള പലർക്കും അറിയായിരിക്കും. അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സെൻസ് പ്രോഗ്രാം എനേബിൾ ആവാനായിട്ട് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 പബ്ലിക് വാച്ച് അവറും ക്രൈറ്റീരിയ എത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആഡ്സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് ഗൂഗിൾ ആഡ്സെൻസ് എന്ന ഏജൻസി വഴി യൂട്യൂബ് ആഡ്സ് തരികയും ആ ആഡ്സ് എത്ര ക്ലിക്ക് ചെയ്യുന്നു, എത്ര പ്ലേ ആവുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ ഡോളർ റേറ്റ് നമുക്ക് ക്യാഷ് തരിക. അടുത്തത് പറയാനുള്ളത് വെബ്സൈറ്റ് ആണ്. നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് നമ്മുടെ വെബ് ഡിസൈൻ ചെയ്യാനുള്ള പല മെത്തേഡ്സുകളും ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറയാം. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യും, അതിലേക്ക് നമ്മൾ പബ്ലിക് ട്രാഫിക് കൊണ്ടുവരികയും ചെയ്തതിനു ശേഷം ഗൂഗിൾ ആഡ്സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ആഡ്സ് കൊണ്ടുവരിക, അതുവഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പറയാനുള്ളത് ബ്ലോഗും ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമുക്ക് ടെക്സ്റ്റുകൾ, ഇമേജുകളൊക്കെ ഷെയർ ചെയ്ത് അതിലേക്ക് പബ്ലിക് ട്രാഫിക് കൊണ്ടുവന്ന് ഗൂഗിൾ ആഡ്സെൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ ആഡ്സെൻസ് അപ്ലൈ ചെയ്തതിനു ശേഷം അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെയും അതിനനുസരിച്ചുള്ള ഏർണിങ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 2 ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്കാർട്ടും ആമസോണും. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് എങ്ങനെ അഫിലിയേറ്റ് ചെയ്യാം, അതുവഴി നമുക്ക് എങ്ങനെ ഏണിങ്സ് നേടാമെന്ന് നോക്കാം. ഫ്ലിപ്കാർട്ട് ഇപ്പോൾ കോവിഡ് ഇഷ്യൂസ് കാരണം ന്യൂ രജിസ്ട്രേഷൻ നമുക്ക് അവൈലബിൾ അല്ല. അപ്പം നമുക്ക് നേരെ ആമസോൺ വഴി നമുക്ക് എങ്ങനെയാണ് അഫിലിയേറ്റ് പ്രോഗ്രാം ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആമസോണുമായിട്ട് എങ്ങനെ അഫിലിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പ് വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഫ്ലിപ്കാർട്ടുമായിട്ട് എങ്ങനെ അഫിലിയേറ്റ് ചെയ്യാം എന്നീ കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ആമസോണുമായിട്ട് എങ്ങനെ അഫിലിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ലാപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ക്രോം ചെയ്യുക, മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ക്രോം ബ്രൗസറിൽ 3 ഡോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗൂഗിളിൽ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. Amazon.in അസോസിയേറ്റ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ അസോസിയേറ്റ് ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ആമസോൺ അസോസിയേറ്റിൽ സൈൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഇന്ത്യ നാഷണാലിറ്റി ഉണ്ട്. അപ്പോൾ നാഷണാലിറ്റി ഇന്ത്യ അല്ല കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ത്യ ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർ സൈൻ അപ്പ് ചെയ്യണം, അല്ലാത്തവർ സൈൻ ഇൻ ചെയ്ത് ഡയറക്റ്റായിട്ട് കയറാവുന്നതാണ്. അപ്പം ഞാൻ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ നേരെ ലോഗിൻ ചെയ്യുക, അല്ലാത്തവർ ക്രിയേറ്റ് യുവർ ആമസോൺ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേര്, മെയിൽ അഡ്രസ്സ്, പാസ്വേഡ് ഇട്ട് പ്രാവശ്യം അടിച്ച് നിങ്ങൾക്ക് ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് കൊടുക്കാവുന്നു.
അപ്പോൾ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വരിക. ഇവിടെ നിങ്ങളുടെ പേര് അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഫാദറിൻ്റെ പേരിലാണ് ഞാൻ ഡെമോയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഫാദറിൻ്റെ പേര് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇത് വേറെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം മെയിൻ കോൺടാക്റ്റ് പേ ലിസ്റ്റ് അബവ് കൊടുക്കുക. US പേഴ്സൺ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ നോ കൊടുക്കുക. അത് ആമസോൺ US ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ നെക്സ്റ്റ്, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരിക. ഇവിടെ വെബ്സൈറ്റ് അഡ്രസ്സും നിങ്ങളുടെ മൊബൈൽ ആപ്പിൻ്റെ URL ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു വെബ് അഡ്രസ്സെങ്കിൽ കൊടുത്താലേ നിങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഞാൻ എൻ്റെ വെബ് അഡ്രസ്സ് കൊടുക്കുകയാണ്, ആഡ് ചെയ്യാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജിലേക്ക് വരികയായിരിക്കും. ഇവിടെ നിങ്ങളുടെ സ്റ്റോർ ID എന്തെങ്കിലും ID ആയിട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ നവാസ് ഖാൻ എന്നത് ടൈപ്പ് ചെയ്യണം. ഇവിടെ യുവർ മൊബൈൽ ആപ്പ് ലിസ്റ്റ് അതല്ല, ഇവിടെ നിങ്ങൾ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതല്ല നിങ്ങൾ ചിലപ്പോൾ വാട്ട് അബൌട്ട് മൊബൈൽ. അപ്പം ഞാനിവിടെ ടെക് കുക്കിംഗ് ഗെയിമിംഗ് ജസ്റ്റ് എഴുതുകയാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ വെബ്സൈറ്റ് എന്നതിന് ക്വസ്റ്റ്യന് സെലക്ട് പ്രൈമറി ടോപ്പിക്കിൽ ഞാൻ ഇതിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടെക്നോളജി ചൂസ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ ഗെയിമിംഗ് ചൂസ് ചെയ്യാണ്. ഇവിടെ ഉള്ളതിൽ ഞാൻ ഗെയിമിംഗ് ചൂസ് ചെയ്യാണ്. വാട്ട് ടൈപ്പ് ഓഫ് ആമസോൺ ഐറ്റംസ് ഡു യു ഇൻറ്റൻഡ് ടു ലിസ്റ്റ് ഓൺ യുവർ വെബ്സൈറ്റ് അതിൽ ഞാൻ എല്ലാം ടിക്ക് കൊടുക്കുകയാണ്. നെക്സ്റ്റ് വാട്ട് ടൈപ്പ് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് എന്ന് പറയുന്നതിന് ഞാൻ ഇവിടെ അതർ കൊടുക്കുകയാണ്. കാരണം കാറ്റഗറി എൻ്റെ കാറ്റഗറിയായിട്ട് മാച്ച് ചെയ്യുന്നില്ല. സോ ഞാൻ ഇതും അതർ കൊടുക്കുകയാണ്. സെക്കൻഡറി. ഹൗ ഡു യു ഡ്രൈവ് ട്രാഫിക് ടു യുവർ വെബ്സൈറ്റ് അതിന് ഞാൻ ഡിസ്പ്ലേ അഡ്വർടൈസിങ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഫോറംസ്, SEO, ബ്ലോഗ്സ്, അതേഴ്സ്. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. അടുത്തത് ഹൗ ഡു യു യൂട്ടിലൈസ് യുവർ വെബ്സൈറ്റ് ആൻഡ് ആപ്സ് ടു ജനറേറ്റ് ഇൻകം. സെലക്ട് പ്രൈമറിയിൽ ഞാൻ തേർഡ് പാർട്ടി അഫിലിയേറ്റ് നെറ്റ്വർക്ക് കൊടുക്കുകയാണ്. സെലക്ട് സെക്കൻഡറിയിൽ ഞാൻ അതർ അഫിലിയേറ്റ് പ്രോഗ്രാംസ് കൊടുക്കണം. ശേഷം ഹൗ ഡു യു ബിൽഡ് ലിങ്ക്സ് അത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ചൂസ് ചെയ്യണം. ഹൗ മെനി ടോട്ടൽ യൂണിക് വിസിറ്റേഴ്സ് ഡു യുവർ വെബ്സൈറ്റ് ആൻഡ് ആപ്സ് ഗെറ്റ് പെർ മന്ത് അത് ഞാൻ 500 to 5000 കൊടുക്കുകയാണ്. വാട്ട് ഈസ് എ പ്രൈമറി റീസൺ ഫോർ ജോയിനിങ് ദ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം അത് ഞാൻ ടു മോണിറ്റൈസ് മൈ സൈറ്റ് കൊടുക്കുകയാണ്. ഹൗ ഡു യു ഹിയർ അബൌട്ട് അസ് അതിന് ഞാൻ ഓൺലൈൻ സെർച്ച് കൊടുക്കണം. അപ്പം അസോസിയേറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആയി. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുക. അത് ഞാനിപ്പോൾ ഡേറ്റ കൊടുക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ട് IFSC നമ്പർ അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുക്കാം. അതുപോലെ ടാക്സ് ഇൻഫർമേഷൻ മറ്റേ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനാണ്. അത് നിങ്ങൾക്ക് പിന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ ലേറ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇതാണ് നിങ്ങളുടെ ആമസോൺ അസോസിയേറ്റ് ക്രിയേറ്റഡ് പേജ്.
ഇവിടെ നിങ്ങളുടെ ഏർണിങ്സ് ഒക്കെ കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് എത്ര ഐറ്റംസ് നിങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, എത്ര ക്ലിക്സ് വന്നിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. ഇവിടെ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈലിൻ്റെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഇത് Amazon.in പേജാണ്. അസോസിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ടെക്സ്റ്റ് പ്ലസ് ഇമേജ് എന്ന ഒരു ലിങ്ക് കാണാം. നേരത്തെ നമുക്ക് അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ, FB, ട്വിറ്ററിൻ്റെ ഒക്കെ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. Amazon Pay, മൊബൈൽസ്, ബെസ്റ്റ് സെല്ലർ, കസ്റ്റമർ സർവീസ്, പാൻട്രി, ടുഡേസ് ഡീൽ, ഇങ്ങനെ കുറേ ഓപ്ഷനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. അതുപോലെ മൊബൈൽ അക്സസറീസ്, TV അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടുഡേസ് ഡീൽ നോക്കാം. ടുഡേസ് ഒരു മൊബൈൽ ഡീൽ ഓഫ് ദി ഡേ മൊബൈൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾ ആ മൊബൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോഡ് ടെക്സ്റ്റ്, ഇമേജ് ഇതെല്ലാം ആക്റ്റീവായിട്ട് കാണാം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ലിങ്ക് താഴെ കാണാവുന്നതാണ്. ഇത് നിങ്ങൾ ഫുൾ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലിങ്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നവാസ് ഖാൻ, ആ യൂസർ ID നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത് ആ പേരിൽ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഷോർട്ട് ലിങ്ക്, ഫുൾ ലിങ്ക്, നിങ്ങൾക്ക് പരസ്പരമുള്ള ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്ത് സോഷ്യൽ മീഡിയാസിൽ, വാട്സാപ്പിലും FBയിലും നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് ആവശ്യമുള്ളവർക്ക്, ഏത് പ്രോഡക്റ്റാണ് ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ഈ ടെക്സ്റ്റ് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇമേജ് ആയിട്ട് കൊടുക്കാം. അത് സ്മോൾ, മീഡിയം, ലാർജ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ടെക്സ്റ്റ് പ്ലസ് ഇമേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇമേജും ഇങ്ങനെ ഒരു ഐക്കണാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത്, ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നത്. ഏണിങ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അവർ ഇഷ്ടപ്പെട്ട് അവർ ക്ലിക്ക് ചെയ്ത് അവർ ചൂസ് ചെയ്ത് അവർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3 to 4% കമ്മീഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ, നിങ്ങൾ കൊടുത്ത ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഞാൻ വീണ്ടും ആമസോൺ അസോസിയേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത ID നവാസ് ഖാൻ 21. ഇത് നിങ്ങളുടെ ലിങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഷെയർ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഏണിങ്സ് കൂടുന്നതനുസരിച്ച് ഇവിടെ ക്ലിക്കും എത്ര ഓർഡേഴ്സാണ് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രാഫ് അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ച് അത് അവർ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഇമ്പോർട്ടൻറ്റ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ള ടാക്സ് ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും നിങ്ങൾ ആദ്യം കൊടുക്കുക. അതാണ് നേരത്തെ ഞാൻ സ്കിപ്പ് ചെയ്തത്. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും പാൻ കാർഡ് ഡീറ്റെയിൽസും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആമസോണായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ലിങ്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആവശ്യക്കാർ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഏണിങ്സും കൂടുന്നതായിരിക്കും. യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ കാര്യം പറഞ്ഞു, ബ്ലോഗും വെബ്സൈറ്റ് ക്രിയേഷനും പറഞ്ഞു. ഇങ്ങനെ ഗൂഗിൾ ആഡ്സെൻസ് വഴിയും ആമസോൺ, ഫ്ലിപ്കാർട്ട്, അഫിലിയേഷൻ വഴി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.